വില കൂടി ഹെൽമെറ്റ് വയ്ക്കണല്ലേ? സാർ, മന്ത്രിയുടെ ജാഥ പോകുന്നവരെ ഒരു പൂച്ചക്കുട്ടിയെ പോലും കടത്തിവിടണ്ട. എല്ലാ വണ്ടിയും നടന്നേ. വല്ല അപ്പാവികളെ വരക്കി വിട്ടുകളേടോ. ഒരു മിനിറ്റ് സാർ. ലങ്കാദഹനം ബാലെ കളറായിട്ടുണ്ടല്ലോ. നമ്മളാരാ? രാംജി എന്റെ അനിയല്ലേ. ലക്ഷ്മൺജി. കുറച്ച് ക്ഷീണം. ചെന്ന തുടങ്ങി തട്ടൊക്കെയാണ്. അതാ ഈ വേഷത്തിലെ. അനിയനൊന്നും വരൂ. എന്തുകൊണ്ടാണ് ലക്ഷ്മണൻ മുസ്ലിമായത്? രാമനാകുമ്പോ പിന്നെ തൊപ്പി വെച്ചാലും കുഴപ്പമില്ലല്ലോ. ആണ് രണ്ടുപേരും ഇതിലെ കുറച്ചാൾക്കാരും കൂടി ഇറങ്ങാനുണ്ട്. കുറച്ചാൾക്കാരും കൂടി ഇറങ്ങാനുണ്ട്. കൊന്തയിട്ട ശ്രീരാമൻ അല്ലയോടാ? സാറേ, അത് പിന്നെ ഞങ്ങൾ ദൈവങ്ങൾക്ക് ജാതി മതമൊന്നുമില്ലല്ലോ. അതൊക്കെ മനുഷ്യന്മാർക്കല്ലേ. മിണ്ടരുത്. കോടതി നിയമം ലംഘിച്ച് ജില്ല വിടാൻ ശ്രമിച്ചിട്ട് നീ കുറെ നാൾ അകത്ത് കിടക്കും. ഞാൻ ഇല്ല, വീട്ടിലായിരുന്നില്ല. വിടണ്ടല്ലോ, ഗൂഢാലോചന നടത്തല്ലോ. അത് നമ്മൾ ആരാണാവോ? സീത. നല്ല ബെസ്റ്റ് ചേർച്ച. അപ്പൊ നമ്മളോ? പാഞ്ചാലിക്ക് എന്താണ് ഈ രാമായണത്തെ കാര്യം? ഒന്നുമില്ല സാറേ, ചുമ്മാ പോകുന്ന വഴിക്ക് അവിടെ നിന്ന് കയറിയത്. നാലും നാലും 8 1 9 തലയുള്ള രാവണൻ. 10ാമത്തെ തല എന്തിനാ? എന്റെ കയ്യിലുണ്ട് സാറേ. കയ്യിലെന്താ വെച്ചേക്കണേ? പുള്ളി എങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാറ്. തലയിടരുത്. ഇതിനാണ്. അല്ല സാർ, ഹനുമാൻ നിനക്ക് പ്രത്യേകിച്ച് ഒരു മേക്കപ്പിന്റെ ആവശ്യമില്ല. അത് വേസ്റ്റ്. ഇതെന്തോടാ, ക്രിസ്മസ് കേക്കോ? ഏയ് മുട്ടപ്പംസ്. അല്ല സാർ, ഇത് മറ്റേ മരുത്തോ പോലെ. ഇത്രയും വലുതോ? മഴയൊക്കെ ഇത് മണ്ണക്കിടിച്ച് ഒരു മരുന്നിനുള്ള ഇല്ലല്ലോടാ. ഇതോ കിടപ്പ് ഉണ്ടായിരുന്നോടാ സാർ? യേശു ക്രിസ്തു. അല്ല സാർ, ജമാലു. ജമാലു അല്ല, ജഡായി. കൊക്ക് പോലത്തെ ജഡായി. അവന്റെ ഒരു ചിറക്. എല്ലാத்தைയും പറഞ്ഞു. ബാലയെ കളിച്ച് ഇത്രയും ബുദ്ധിയുള്ള ഷമീറിനെ പറ്റിക്കാൻ വന്നിരിക്കുന്നു. ബ്ലഡി ഫൂൾസ്. സാറേ, ആകെ ഗതികേടില്ല സാർ. ഇത് വലിക്കാൻ പോയില്ലേ, വീടും ക്ലബൊക്കെ അങ്ങ് പോവും. അതാ. പോട്ടടാ പോട്ട്. ഒരു SI എടുത്ത് വെള്ളത്തിൽ എറിഞ്ഞതും പോരാഞ്ഞിട്ട് പിന്നെയും പോലീസുകാരോട് ബഹുമാനക്കുറവ്. നിന്നെ ഒരു കാലത്ത് ഞാൻ വെളിവിടത്തില്ല. എനിക്ക് പോയില്ലേ വേണ്ട, ഇവർക്ക് പോവല്ലോ. എനിക്കെതിരല്ലയോ കേസ്? അങ്ങനെ പറഞ്ഞു വിട്ടത്. 1ാം സെല്ലി സ്ഥലമല്ല, പിന്നെ വീട് പണി കിടക്കുന്നത് ഞാനിപ്പോ ഉടനെ കിടക്കുന്നത്. മുഖ്യ പ്രതി ഒഴിച്ച് ബാക്കിയല്ല സ്ഥലം ഇവിടെ നോക്കടാ. അത് അല്ല, പാപ്പില്ലാതെ എങ്ങനെ ചിങ്കിൾ കുക്ക് കയറ്റിക്കോ? അല്ല, ശരിയായി. ഭാരതത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഇതുപോലെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ചായക്കടയുമാണ്. സാറിന് മന്ത്രി PP ശശിനെ വലിയ പേടിയാണ്. കൊള്ളാം സാറിന്. ഓരാക്കണ്ട, ഞാൻ പറയാം. അങ്ങനെ ഈ ഹൈറേഞ്ചിൽ ഒരേ ഒരു സിംഹമേ ഉണ്ടാവും. ജനകീയനായ ഈ PP ശശി. PP ശശി, വിപ്ലവ സിംഹം. സത്യം മര്യാദക്ക് പറഞ്ഞിട്ട് അയാൾ തന്നില്ല. എന്നിട്ട് ഞാൻ സാർ ഇത്രയും ഭീകരനായ സാറ് പിന്നെ എന്നാത്തിനാ സാർ ഈ നിരപരാധിയെ എന്നെ പിടിച്ചു വെച്ചത്? ഞാൻ പിടിച്ചു വെക്കും. സ്റ്റേഷനിൽ കൊണ്ടുപോയി സർബത്ത് പിടി. എന്നിട്ട് അവിടെയുള്ള കള്ളക്കേസെല്ലാം നിന്റെ തലയിൽ കെട്ടിവെക്കും. നീ ആരാണ് ചോദിക്കാൻ? അയ്യോ കമ്മീഷണർ, എനിക്ക് സുഖമാണ് സാർ. തനിക്ക് മന്ത്രിയത്തിനെ തെരുവിളിക്കണല്ലോ. അത് പബ്ലിക്കായിട്ട് എല്ലാരും കേൾക്കേ. അയ്യോ എപ്പോ?
ആദ്യം താൻ പിടിച്ചു വെച്ചിരിക്കുന്ന നിരപരാധിയെ റിലീസ് ചെയ്യണോ എന്നിട്ട് നേരെ ഓഫീസിലേക്ക് വാ. താൻ ഇങ്ങോട്ടൊന്നും പറയണ്ട. മിനിസ്റ്റർ ജാഥ ക്യാൻസൽ ചെയ്ത് ഒരാഴ്ചത്തെ ഒഴിച്ചിൽ പോയി. തനിക്ക് സസ്പെൻഷൻ ആണോ ഡിസ്മിസൽ ആണോ എന്ന് മിനിസ്റ്റർ ഒഴിച്ചിൽ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ബ്ലഡി ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്. സാർ അതെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. വേണ്ട സാറേ, ഞാൻ ന്യായത്തിന്റെ കൂടെ നിന്നു. വേണ്ട, പോടാ. സാറ് പറഞ്ഞു കേട്ടില്ല, ന്യായത്തിനോട് നിൽക്കട്ടെ, പോടാ. ഓ ശരി സാർ, ഞാൻ അങ്ങ് പോവാന്ന്. സാർ എന്റെ ഗത തരൂല. സാറിന് കളിക്കാൻ ഞാൻ വേറെ പിടിച്ചത്. ഇത് ഹനുമാന്റെ ആവും പിണങ്ങുവാ. തരാൻ പറ സാറേ. ഇവിടെ താടാ.